നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിൽ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ അതൃപ്തി തുടരുന്ന സാഹചര്യത്തിലാണ് കമൽനാഥ് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരാനൊരുങ്ങുന്നത്. മുതിർന്ന രാഷ്ട്രീയ നേതാവും കോൺഗ്രസ് നയരൂപീകരണത്തിൽ മധ്യപ്രദേശിൽ നിർണായക സ്വാധീനമുള്ള കമൽനാഥിന്റെ കോൺഗ്രസ് വിടാനുള്ള തീരുമാനം പാർട്ടിയെ ഏറെ തളർത്തിയിരിക്കുകയാണ്. മധ്യപ്രദേശിൽ കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയതിൽ അധികായകനായ കമൽനാഥിന്റെ സ്വാധീനം ചെറുതല്ല. കോൺഗ്രസ് നേതൃത്വം തീർത്തും അസ്വസ്ഥമാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കമൽനാഥിനൊപ്പം മകനും ബിജെപിയിൽ ചേരുന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ കമൽനാഥ് ബിജെപിയിൽ എത്തില്ല എന്ന വിശദീകരണം PCC അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ളവർ നൽകുമ്പോൾ സംസ്ഥാനത്തിലെ നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കാൻ MLA മാരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പരാജയം തളർത്തിയ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ കൊഴിഞ്ഞുപോക്കും കോൺഗ്രസ് പാർട്ടിയെ വേട്ടയാടുകയാണ്. അതേസമയം വാർത്ത വ്യാജമാണെന്നാണ് ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിവരം. ഭാരത് നയയാത്രയുടെ തയ്യാറെടുപ്പുകൾക്കിടെ വാർത്ത പുറത്തു വന്നത് ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ളവരെ അലട്ടുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞതും PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതും കമൽനാഥിനെ ഏറെ അസ്വസ്ഥനാക്കിയിരുന്നു. മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയിലേക്ക് പരിഗണിക്കാതെയായതോടെ അദ്ദേഹം പാടെ നിരാശനായെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. പാർട്ടിയിൽ പഴയ പോലെയല്ല കാര്യങ്ങളൊന്നും. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കവേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ജയറാം രമേശുമാണെന്ന് അദ്ദേഹം അടുപ്പമുള്ളവരോട് പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ശക്തനായ നേതാവിന്റെ പാർട്ടി വിടൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പ്രഹരമേക്കുമെന്നിരിക്കെ 66 MLA മാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ജിതേന്ദ്ര സിംഗ്.